ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതുപോലെ വേരിയൻസ്, പിന്നെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രോബ്ലം ശ്രദ്ധിക്കുക. There is a 20% chance that a person has a disease in a locality. What is the probability that out of 6 persons chosen, 4 or more will have the disease? ഇവിടെ ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ പ്രോബ്ലം ആണ്. കാരണം ഇവിടെ 6 പേഴ്സൺസിനെയാണ് ചൂസ് ചെയ്യുന്നത്. അവരിൽ 4 ആൾക്ക് അല്ലെങ്കിൽ 4 കൂടുതൽ പേർക്ക് ഡിസീസ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു പേഴ്സൺ 6 പേരിൽ ഒരാളെടുത്താൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ആ ഡിസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഡിസീസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അപ്പം ആ രൂപത്തിലാണ് അടുത്ത ഔട്ട്കംസ് വരുന്നത്. അത്തരം പ്രോബ്ലംസ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ഒരാൾക്ക് ആ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് 20% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 20% എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 20/100. 20/100 ദാറ്റ് ഈസ് 2/10. 0.2 എന്ന് വരും. 0.2 ആണ് പ്രോബബിലിറ്റി. ഓക്കെ, എന്തിൻ്റെ പ്രോബബിലിറ്റി? ഒരു പർട്ടിക്കുലർ പേഴ്സണ് ആ ഒരു ഡിസീസ് വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് സക്സസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഇവിടുത്തെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ എക്സ്പെരിമെൻറ്റ്. അണ്ടർലൈൻ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് പേഴ്സൺസിൽ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക, അതാണ് എക്സ്പെരിമെൻറ്റ്. അപ്പം 6 പേരെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ 6 പേരും ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക. കൺസിഡർ ദി സക്സസ് ആസ് എ പേഴ്സൺ ഹാസ് ഡിസീസ്. ഗെറ്റിംഗ് എ പേഴ്സൺ ഹു ഹാസ് ദി ഡിസീസ്, അതാണ് സക്സസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം എ പേഴ്സൺ ഹാസ് ഡിസീസ്, അത് സക്സസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി. അതാണ് 0.2 എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യൂ ഈക്വൽ ടു അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ക്യൂ ഈക്വൽ ടു 0.8 എന്ന് വരും. ഇനി എക്സ് എന്നത് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് പേഴ്സൺസ്. Let x be the number of persons out of 6 എന്നുള്ളതാണ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് സക്സസസ് എന്ന് എഴുതിയാൽ മതി. നമ്പർ ഓഫ് സക്സസസ്, ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഹാവിങ് ഡിസീസ് ഔട്ട് ഓഫ് 6 പേഴ്സൺസ്. അങ്ങനെ എടുക്കുക. 6 പേരിൽ 6 ആൾക്കും ഡിസീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 5 ആൾക്ക് ഉണ്ടാവാം, 2 ആൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ആർക്കും ഇല്ല എന്ന് വരാം. അപ്പം എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരും? ഔട്ട് ഓഫ് 6 എന്ന് പറയുമ്പോൾ 0 വരാം. 1, 2, 3, 4, 5 and 6. ഇത്രയാണ് എക്സിൻ്റെ വാല്യൂസ്. എക്സിൻ്റെ പോസിറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് 0 to 6 ആണ് ഈ കേസിൽ. ഇവിടെ n ഈക്വൽ ടു 6 ആണ്. 6 പേരെയാണ് സാമ്പിൾ നമ്മൾ എടുക്കുന്നത്. n ഈക്വൽ ടു 6 എന്നതാണ്. p ഈക്വൽ ടു 0.2. Therefore x follows binomial distribution with parameters 6 and 0.2. n equal to 6, p equal to 0.2, which implies f of x is equal to 6, choose x, p raised to x, q raised to n minus x, where x is equal to 0, 1, 2, 3 up to 6. അങ്ങനെ എഫ് ഓഫ് എക്സ് ആദ്യം എഴുതി വെക്കുക.
പ്രോബിലിറ്റി ഓഫ് സക്സസ് 20% എന്ന് തന്നിട്ടുണ്ട്. അതൊന്ന് 0.1 ആക്കിയിട്ട് എഴുതാം. n equal to 6 ആണ്. 6%നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. n equal to 6, xന്റെ വാല്യൂസ് 0 to 6 ആയിരിക്കും. Now the required probability is that is equal to probability of xന്റെ വാല്യൂസ് 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പോൾ x ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അതിൽ കൂടുതലോ പേർക്ക് ഡിസീസ് വരാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, probability of x greater than 4, that is equal to probability of x is equal to 5, 6. greater than 4 എന്ന് പറയുമ്പോൾ 4നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ 5, 6 ആണ് കേസിൽ. that is equal to probability of x is equal to 5 or 6 എന്ന് വരും. that is probability of x is equal to 5 or probability of x is equal to 6. that is f of 5 plus എന്ന് വരും. പ്രോബിലിറ്റി ലോ എന്ന് പറയുമ്പോൾ പ്ലസ് ആയിട്ട് f of 5 plus f of 6, that is equal to f of x നമ്മുടെ അടുത്തുണ്ട്. അതിൽ എക്സിന് 5 എന്ന് കൊടുക്കാം. 6c5 p raised to x, p യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p is 0.2 ആണ്. 0.2 raised to x, that is 5 into q is 0.8 raised to n minus x എന്നാണ്. 6 minus 5, that is 100 plus 6c6 0.2 raised to f of 6 ആണ് എടുക്കുന്നത്. അപ്പോൾ എക്സിന് 6 എന്ന് കൊടുക്കുക. 6c6 p raised to x എന്ന് പറയുമ്പോൾ 0.2 raised to 6 plus this into 0.8 raised to 6 minus 6 എന്ന് വരും. that is 0. that is equal to 6c5 എന്ന് പറഞ്ഞാൽ എന്താണ്? 6c5 6, 5, 4, 3, 2 divided by 1, 2, 3, 4, 5. അപ്പോൾ അതിൽ 5 വരെ ഉള്ളത് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 6 എന്ന് വരും. 6c5 എന്ന് പറയുന്നതും 6c1 എന്ന് പറയുന്നതും സെയിം ആണ്. മൊത്തം 6 ഉണ്ട്. മൊത്തം 6 ഉണ്ടായിരുന്നു. 5 ചൂസ് ചെയ്യുക എന്നുള്ളതാണ് 6c5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1, 2, 3, 4, 5 5 ചൂസ് ചെയ്താൽ പിന്നെ അടുത്ത ആൾക്കുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 6 ഒരെണ്ണെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം 6c5 എന്ന് പറയുന്നതും 6c1 എന്ന് പറയുന്നതും സെയിം ആണ്. അതാണ് 6 എന്ന് കിട്ടുന്നത്. 6c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, 0.2 raised to 5 into 0.8 plus 6c6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, 0.2 raised to 6 into 0.8 raised to 0 വരുമ്പോഴാണ്. അപ്പം ഈ വാല്യൂ ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതാണ് ഇവിടുത്തെ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാൻ അതിൽ ഓരോ ട്രയലും കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഇവൻസും കൺസിഡർ ചെയ്യുമ്പോൾ ഔട്ട്കംസ് ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്നുള്ള രൂപത്തിലായിരിക്കും. സക്സസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി എക്സ് എടുക്കുമ്പോൾ എപ്പോഴും ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് സക്സസസ് എന്ന് എഴുതി വെച്ചാൽ മതി. കാരണം സക്സസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് സക്സസസ് എന്ന് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലം നോക്കാം. A certain screw making machine produces a certain screw making machine produces on an average
two defective screws. Two defective screws out of 100. Out of 100. And packs them in boxes of 500. And packs them in boxes of 500. Find the probability that a box contains 15 defective screws. Problem ശ്രദ്ധിക്കുക. A certain screw making machine produces on an average 2 defective screws out of 100 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ടാണ് അവിടെ പ്രോബിലിറ്റി തന്നത് മാത്രം. 100 രണ്ടെണ്ണം ഡിഫക്റ്റീവ് ആവാം. അപ്പോൾ ഒരു ഐറ്റം ഡിഫക്റ്റീവ് ആവാം എന്നുള്ളത് നമ്മൾ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കൺസിഡർ സക്സസ് ആസ് ആൻ ഐറ്റം ഈസ് ഡിഫക്റ്റീവ്, അല്ലെങ്കിൽ എ സ്ക്രൂ ഈസ് ഡിഫക്റ്റീവ്. ഐറ്റം എന്നുള്ളത് സ്ക്രൂ എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എ സ്ക്രൂ ഈസ് ഡിഫക്റ്റീവ് എന്ന് എഴുതിച്ചിട്ടുണ്ട്. Then probability of success equal to 2 out of 100 എന്ന് തന്നിട്ടുണ്ട്. That is 1/50. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി പെർസെൻറ്റേജ് ആയിട്ട് തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവറേജ് ആയിട്ടും തരാം. അത് രണ്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് 0.2 അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡയറക്റ്റ് തന്നെ തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആവറേജ് ആയിട്ടാണ് തന്നത്. ഇപ്പോൾ 2/100 എന്നുള്ളത് നമ്മൾ 1/50 എന്നാക്കിയിട്ട് അതാണ് P. അപ്പോൾ അതൊന്ന് Q ഈക്വൽ ടു 1 - 50 എന്ന് എഴുതാം. 1 - 50 1/50, ദാറ്റ് ഈസ് 49/50. ഓക്കെ, അവിടെ 2/100 എന്ന് പറയുമ്പോൾ 0.2 എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, 0.2 കറസ്പോണ്ടിങ്ങിൽ Q വരാം. 1 - 0.2 എന്ന് പറയുമ്പോൾ 50 - 1, that is 49 divided by that is 0.02 എന്ന് വരും. ദാറ്റ് ഈസ് 0.498 എന്ന് വരും. 0.98 ഇപ്പോൾ രണ്ടുകൂടി കൂട്ടുമ്പോൾ 1 എന്ന് വരും. ഓക്കെ, ഈ 0.2ഉം 0.98ഉം ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. P + Q = 1 എന്നുള്ളതാണല്ലോ. ഏതായാലും പ്രോബിലിറ്റി സക്സസ് അങ്ങനെ കിട്ടുന്നു 0.2 എന്ന്. ഇനി ശ്രദ്ധിക്കുക, ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് എ ബോക്സ് കണ്ടെയ്ൻസ് 15 ഡിഫക്റ്റീവ് സ്ക്രൂസ്. ഒരു ബോക്സ് എടുത്താൽ അതിൽ 15 ഡിഫക്റ്റീവ് സ്ക്രൂസ് വരാനുള്ള പ്രോബിലിറ്റി ഇവിടെ ഇതൊരു ശ്രദ്ധിക്കുക. പാക്സ് ദം ഇൻ ബോക്സസ് ഓഫ് 500 എന്നാണ്. ഓക്കെ, 500 എന്നുണ്ട്. ഒരു ബോക്സ് എടുത്താൽ അതിൽ 500 സ്ക്രൂസ് ഉണ്ട്. എന്നിട്ട് ആർബിട്രേറ്റ് ഒരു ബോക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 15 ഡിഫക്റ്റീവ് സ്ക്രൂസ് വരാനുള്ള പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സക്സസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. X be the number of successes എന്ന് കൊടുക്കാം, or number of defective screws, number of successes എന്ന് എഴുതി വെച്ചാൽ മതി. Then X takes values 0, 1, 2, 3 up to 15. Out of 15 ആണ് number of defective screws out of 15. Okay, sorry, out of 100, 15 അല്ല, out of 500. ഒരു ബോക്സിൽ 500 ആണല്ലോ ഉള്ളത്. X takes values 0, 1, 2, 3 up to 500. Then X follows binomial distribution with the parameters 500, 0.0. And f of x is equal to NCX, that is 500 CX e raised to x.
that is 0.02 raised to x, q raised to n minus x, 0.98 raised to 500 minus x, where x is equal to 0, 1, 2, 3 up to 500. Now the required probability, that is probability that a box contains 15 defective screws. X ന്റെ value 15 എന്ന് വരാനുള്ള probability, that is f of 15 കണ്ടുപിടിക്കുക. That is 500 C15. X ന് 15 എന്ന് കൊടുക്കുക. 0.02 raised to 15, 0.98 raised to 500 minus 15 എന്ന് വരും. ആ കിട്ടുന്ന വാല്യൂ ആണ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. ഓക്കെ, മറ്റൊരു പ്രോബ്ലത്തിൽ ചോദിക്കാവുന്നത്, ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് n കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി ഇക്വേഷൻ ആയിട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി പ്രോബബിലിറ്റി ഓഫ് എ മാൻ ഹിറ്റിംഗ് എ ടാർഗറ്റ്. The probability that a man hitting a target is 1/4. ഒരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/4 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ഹൗ മെനി ടൈംസ്, ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി ടൈംസ് must he fire so that probability of his hitting the target is greater than 2/3. ഓക്കെ, ഇവിടെ ഒരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ്, ഒരു ഷോട്ട് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ് സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് സക്സസസ് എന്ന് എടുക്കുക. അപ്പം അത് എത്ര എണ്ണം എന്നുള്ളത് ഇവിടെ നമുക്ക് തന്നിട്ടില്ല. ആ എണ്ണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ഒരു സിംഗിൾ ട്രയൽ, അതായത് ഒരു സിംഗിൾ ഷോട്ട് അല്ലെങ്കിൽ ഫയർ, അത് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ദി ടാർഗറ്റ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് എഴുതാം. പിന്നെ നമുക്ക് ഒരു പ്രോബബിലിറ്റി കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് ഹിസ് ഹിറ്റിംഗ് ദി ടാർഗറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2/3 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഒരു ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മിനിമം ഒരു ഷോട്ടെങ്കിലും വേണം അവിടെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് ഷോട്ട്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 is greater than 2/3. Probability of his hitting the target is greater than 2/3 എന്നുള്ളത് മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ p of x greater than or equal to 1 is greater than 2/3 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് n നമുക്ക് കണ്ടുപിടിക്കണം. ഏതായാലും ആദ്യം സക്സസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. കൺസിഡർ ദി സക്സസ് ആസ് hitting the target. Okay, x be the number of successes. X takes values 0, 1, 2, 3 up to n. ഒരു ഷോട്ടും ചിലപ്പോൾ ഹിറ്റ് ചെയ്തില്ലാന്ന് വരാം, അല്ലെങ്കിൽ എല്ലാം ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ തരത്തിൽ ഒരു പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ എത്ര ഷോട്ടുകൾ അവിടെ വേണം എന്നുള്ളതാണ്. That means we have to find n such that probability of x greater than or equal to 1 is greater than 2/3.
വിച്ച് ഇംപ്ലൈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1ന്റെ മുകളിലേക്ക് 1 2 3 അപ് ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോംപ്ലിമെന്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതിൻ്റെ കോംപ്ലിമെന്റ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഓക്കെ, which is greater than 2/3. That is, this implies 1 minus probability of x less than 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 1നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ ഇതിൽ 0 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. which is greater than 2/3. This implies 1 minus p of x is equal to 0 എന്ന് പറഞ്ഞാൽ f of 0 is greater than 2/3, which implies f of 0 f of 0 അങ്ങോട്ട് എഴുതിയാൽ f of 0 അപ്പുറത്തേക്ക് എഴുതാം, 2/3 ഇങ്ങോട്ടും എഴുതിയാൽ 1 മൈനസ് 2/3 ഗ്രേറ്റർ ദാൻ f of 0 എന്ന് എഴുതാം. which implies 3 minus 2, that is 1/3 is greater than f of 0. 1/3 is greater than f of 0 എന്ന് എഴുതാം. Okay, we have to find n such that 1/3 is greater than f of 0. അപ്പം ഇനി എഫ് ഓഫ് 0 എങ്ങനെ എഴുതും? ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് അറിയാം, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് ഇ റൈസ് ടു എക്സ്. പി എന്ന് പറയുന്നത് 1/4 ആണ്. പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇവിടെ എഴുതി വെക്കണേ. പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആണെന്ന് തന്നിട്ടുണ്ട്, അതാണ് നമ്മുടെ സ്മോൾ പി. വിച്ച് ഇംപ്ലൈസ് ക്യൂ ഈക്വൽ ടു 3/4 എന്ന് വരും. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4 റൈസ് ടു എക്സ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്, where x values from 0 to up to n. Okay, അപ്പോൾ f of 0 എന്ത് വരും? nc0 1/4 raised to 0 3/4 raised to n minus 0. That is n0 is n. Sorry, n0 is 1. ncn nc0 ഉം 1 ആണ്. 1/4 raised to 0 is 0. 3/4 raised to n എന്നുണ്ടാവും. 3/4 raised to. അപ്പം f of 0 എന്ന് പറയുന്നത് 3/4 raised to. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/3 is greater than 3/4 raised to n. 1/3 എന്ന് പറയുമ്പം 0.333 എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. 0.333 etc. which is greater than 3/4 എന്ന് പറയുമ്പോൾ 0.75 ആണ്. 0.75 raised to n. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇനീക്വാലിറ്റി എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് നോക്കുക. എന്നിന് അത് 1 എന്ന് കൊടുത്താൽ 0.33 ഈസ് ഗ്രേറ്റർ ദാൻ 0.7 എന്ന് വരും. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. എന്നിന് 2 കൊടുത്താൽ ശരിയാണോ എന്ന് നോക്കുക, ശരിയല്ലെങ്കിൽ എന്നിന് 3 കൊടുക്കുക. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ കൊടുത്തു നോക്കാം. അപ്പോൾ എപ്പോഴാണോ ട്രൂ ആവുന്നത് എന്ന് നോക്കുക. ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ n = 4 ട്രൂ ആവുന്നത് എങ്കിൽ n = 5 6 7 എല്ലാം അതിന് ശേഷം വരുന്നതിനെല്ലാം അത് ട്രൂ ആയിരിക്കും, കാരണം അവിടെ ഒരു ഇനീക്വാലിറ്റി ആയതുകൊണ്ട്. ഓക്കെ, n1 ഈ കേസിൽ n = 1 കൊടുക്കുമ്പോൾ ട്രൂ അല്ല, 2 കൊടുക്കുമ്പോഴും ട്രൂ അല്ല, 3 കൊടുക്കുമ്പോഴും ട്രൂ അല്ല, 4 കൊടുക്കുമ്പോൾ ട്രൂ ആണെന്ന് കിട്ടും. അപ്പോൾ പിന്നെ n = 4 എന്ന് കിട്ടും. ഇനി 5 6 ഒക്കെ നിങ്ങൾ കൊടുത്താലും ട്രൂ തന്നെ ആയിരിക്കും, പക്ഷെ അവയിലെ ലീസ്റ്റ് വാല്യൂ ഓഫ് n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മിനിമം 4 എന്ന് വരും. അപ്പം ഇതിപ്പം നമുക്ക് എന്തിന് 1 2 3 എന്ന് അങ്ങനെ കൊടുത്തു നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ നമ്പേഴ്സോ ഒക്കെ പവറൊക്കെ വരികയാണെങ്കിൽ എന്നിന് ചിലപ്പോൾ 4000 2000 ഒക്കെ കൊടുക്കേണ്ട പ്രോബ്ലംസ് ചിലപ്പോൾ വരാം. അപ്പം 1 2 നമ്മൾ കൊടുത്തു നോക്കുക, എന്നിട്ട് അതിങ്ങനെ കൂട്ടിയ കുറച്ചൊക്കെ കൊടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അതൊന്നും അല്ല എങ്കിൽ രണ്ട് സൈഡിലും ലോഗരിതം എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ദിസ് ഇംപ്ലൈസ് ലോഗരിതം ഓഫ് 0.333 എന്ന് എഴുതാം, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ n log എന്ന് എഴുതും. n log 0.75. അപ്പോൾ ഇങ്ങനെ എടുത്താലും അതിന്ന് n കിട്ടും. ഇതിനൊരു വാല്യൂ ഉണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 3 × n
n ഇൻറ്റു സം വാല്യൂ ലോഗ് 0.75 എത്ര നോക്കുക, ലോഗ് 0.33 എത്ര നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും n is less than log 0.333 ഡിവൈഡഡ് ബൈ ലോഗ് 0.75 എന്നായിട്ട് മാറും. ഇപ്പോൾ ലോഗ് 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെ ചെയ്യും. ലോഗ് 75 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ലോഗ് 0.333 ഡിവൈഡഡ് ബൈ ലോഗ് 0.75 എന്ന് വരും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ n. അത് ഇങ്ങോട്ട് വച്ചു മാത്രം. ഓക്കെ, അപ്പം ഈ കിട്ടുന്ന വാല്യൂ എത്ര നോക്കുക, അത് 4 ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് the least value of n satisfying the probability condition is n എന്ന് എഴുതി വെക്കുക. അപ്പോൾ മിനിമം ലിസ്റ്റ് വാല്യൂ ഓഫ് n is 4 എന്ന് എഴുതി വെക്കുക. മിനിമം 4 ഷോട്ടെങ്കിലും 4 ഫയറിംഗ് എങ്കിലും വേണമെന്നുള്ളതാണ് ഈ പ്രോബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അങ്ങനെ n കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആയിട്ടുള്ളതും ചോദിക്കാം. ഇത്രയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസിലെ പ്രോബ്ലംസ്. ഈ മോഡലൊക്കെയാണ് ഉണ്ടാവാറ്. ഇനി എക്സസൈസ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുക.